കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ തോപ്പുംപടി കരിവേലിപ്പടിയിലെ നോനച്ചാൽ തോട് കയ്യേറ്റം പൊളിച്ചു നീക്കി. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ പോലീസ് സംരക്ഷണത്തോടെ ഒഴിപ്പിക്കൽ നടപടി നടത്തിയത്. വർഷങ്ങളായി മഴക്കാലത്ത് കടുത്ത വെള്ളക്കെട്ട് അനുഭവിച്ചിരുന്ന തങ്ങൾക്ക് ആശ്വാസമായ നടപടിയാണിതെന്ന് പ്രദേശവാസികൾ. തോപ്പുംപടി കരിവേലിപ്പടിയിലെ നോനാച്ചാൽ തോട് കയ്യേറ്റം പൊളിപ്പിച്ച് കൊച്ചി നഗരസഭ അധികൃതർ. തോട് കയ്യേറ്റം മൂലം പ്രദേശത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെറിയ മഴയത്ത് പോലും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനാൽ പ്രദേശവാസികൾ ദുരിതത്തിലായിരുന്നു. തുടർന്ന് സമീപവാസി റെനി സാമുവൽ അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുകയും കയ്യേറ്റം പൊളിച്ചുമാറ്റാൻ ഉത്തരവിടുകയും തുടർന്നാണ് നഗരസഭ ഉദ്യോഗസ്ഥർ പോലീസ് സംരക്ഷണത്തോടെ കയ്യേറ്റം പൊളിച്ചു മാറ്റിയത്. കൊച്ചിൻ കോർപ്പറേഷന്റെ പഴയ 24 ഡിവിഷനിലെ 1888 സർവേ നമ്പറിലുള്ള ഒരു പുറമ്പോക്ക് തോടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ തോട് നികത്തിയെടുത്തേക്കുന്നത് ഇവിടുത്തെ 2 പ്രാവശ്യം കൗൺസിലറായിട്ടുള്ള, ഇവിടെ കൗൺസിലറായതല്ല, പനയപ്പള്ളിയിൽ കൗൺസിലറായിരുന്ന BJ ഹൈസൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ കപട വിദ്വാനാണ്. അദ്ദേഹം ചെയ്ത പോകൃതം എന്ന് പറഞ്ഞാൽ ഈ തോട് നികത്തിയിട്ട് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ ഭൂമിയായിട്ടുള്ള അതിനോട് ചേർത്ത് കൈവശപ്പെടുത്തി മതിലും കെട്ടി ഗേറ്റും വെച്ചു. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇല്ലാത്ത പൈസ മുടക്കി ഇവിടെ പിരിവ് വരെ നടത്തി. ഞങ്ങളെ 25 കുടുംബങ്ങൾ ചേർന്ന് പിരിച്ചെടുത്ത പൈസ കൊണ്ടാണ് ഞാൻ ഈ നിയമ പോരാട്ടത്തിന് സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് ഹൈക്കോടതിയിൽ ഞങ്ങൾ ഇതിനെതിരെ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ്. 2024 ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ഫെബ്രുവരി മാസം. അന്ന് തുടങ്ങിയ നിയമ പോരാട്ടമാണ് ഇന്നിപ്പോൾ ഫലപ്രാപ്തിയിലെത്തി നിൽക്കുന്നത്. പ്രതിഷേധവുമായി എത്തിയ സ്ഥലം കൈവശം വെച്ചിരുന്ന വിക്ടോറിയ ലിന്റെ ഭർത്താവും കൊച്ചി നഗരസഭ മുൻ കൗൺസിലറുമായിരുന്ന VJ ഹൈസിന്ദിനെ പോലീസ് JCBക്ക് മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. പ്രദേശവാസികളുടെ ദുരിതത്തിൽ നിയമ പോരാട്ടത്തിനും മറ്റും പിന്തുണയുമായി SDPI പ്രവർത്തകർ ഉണ്ടായിരുന്നു. കൊച്ചി നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സനൂപ് AV, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുമിത സുകുമാരൻ, ഓവർസിയർ ഫ്രാൻസിസ് TD എന്നിവരുടെ നേതൃത്വത്തിൽ തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ SI അനന്തു രമേശ്, SI സാബു NJ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ സംരക്ഷണയോടുകൂടെ മതിലും ഗേറ്റും പൊളിച്ചു മാറ്റുകയായിരുന്നു. തന്റെ ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി കിട്ടിയ ഭൂമിയാണിതെന്നും കൃത്യമായ സർവേ നടത്താതെയാണ് ഇത്തരം ഒഴിപ്പിക്കൽ നടപടിയുമായി കൊച്ചി നഗരസഭ അധികാരികൾ എത്തിയതെന്നും VJ ഹൈസിന്ദ് ആരോപിച്ചു. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപുള്ള നടപടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കാലാകാലങ്ങളായുള്ള തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുവാൻ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിലൂടെ സാധിച്ചുവെന്നും പ്രദേശത്തെ പുറമ്പോക്ക് തോട് പൂർവ്വസ്ഥിതിയിലാക്കിയാൽ വെള്ളക്കെട്ട് ദുരിതത്തിന് പരിഹാരമാകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഈ തോട് പുറമ്പോക്ക് തോട് ഇയാൾ സ്വന്തം ഭൂമിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൗൺസിലായിരിക്കുമ്പോൾ ഇയാൾ കളിച്ച കളിയാണ് ഈ VJ ഹൈസിന്ദ്. 43 കൊല്ലമായി ഈ പറമ്പിൽ വന്ന് താമസമായിട്ട് വെള്ളമടന്ന് അവിടെ വെള്ളം വീണ് ഒരു വേറെ തോടായിട്ട് ഇങ്ങനെ കിടക്കണായിരുന്നു. പിന്നെ കുറേ കാലം കൊണ്ട് ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് റെനിയെ മുൻനിർത്തി ഞങ്ങൾ ഇതിന് പരിശ്രമിച്ച് അതിനൊരു ആൻസർ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ വളരെ സന്തോഷരാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അതല്ലേ 7th ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പൊ പള്ളുരുത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. അപ്പം see you all there.